പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ദാ നല്ല കാറ്റും മഴയാട്ടോ, രാവിലെ തന്നെ നല്ല കാറ്റാട്ടോ. 2 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, 2 ദിവസം ആയിട്ട് ഇപ്പോൾ നല്ല കാറ്റൊക്കെയാണ്, രാവിലെയും ഉച്ചയ്ക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റും കൂടുതൽ നല്ല മഴയൊക്കെയാണ്. നിങ്ങൾക്കൊക്കെ മഴയൊക്കെ ഉണ്ടോ? എല്ലാവർക്കും മഴയൊക്കെയല്ലേ, എല്ലാ നാട്ടിലും ഇപ്പോൾ മഴയല്ലേ. നമ്മുടെ ഇവിടെ കാർവാറിൽ നല്ല മഴയും കാറ്റും ഒക്കെ ആട്ടോ. അപ്പോൾ ഇതാ ഒരു പശുക്കുട്ടി കണ്ട, നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെ. അപ്പോൾ ഇതാ രാവിലെ ചോറൊക്കെ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതാ ഒരു കറി വെക്കാൻ വേണ്ടി പോകട്ടോ. നമ്മുടെ മോരുകറിയാണ്. തേങ്ങ അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മോരുകറിയില്ലേ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് അതൊക്കെ എല്ലാം വഴറ്റിയിട്ടിട്ട് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മോരും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ എളുപ്പത്തിലുള്ള മോരുകറി റെഡിയാകും. അപ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കാതെ നമുക്ക് ഈ രീതിയിലൊക്കെ പെട്ടെന്ന് മോരുകറി റെഡിയാക്കി എടുക്കാവേ. ഞാൻ പൊതുവേ ഇങ്ങനെയായിരിക്കും മോര് കറി വയ്ക്കുന്നത് കേട്ടോ. വെള്ളരിക്കായോ കുമ്പളങ്ങായോ അങ്ങനെയൊക്കെ ഇട്ട് കറി വയ്ക്കുന്ന സമയത്ത് തേങ്ങ അരച്ച് കറി വെക്കും കേട്ടോ. അല്ലെങ്കിൽ മോരുകറി ഞാൻ ഇങ്ങനെയായിരിക്കും വെക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് തേങ്ങയൊക്കെ മേടിച്ച് കറി വെക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ. തേങ്ങയ്ക്കൊക്കെ എന്താ വിലയല്ലേ. അപ്പം ഈ രീതിയിലൊക്കെ ഇങ്ങനെ കറി വയ്ക്കും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ മോരുകറി വെക്കുമ്പോഴേ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മോരുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തോരൻ കറി വെക്കാൻ പോകട്ടോ. തോരൻ എന്ന് പറഞ്ഞാൽ തേങ്ങ ഇടാതെ ഒരു മെഴുക്കുവരട്ടി കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് സവോളയും പച്ചമുളകും ഒക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സായിട്ട് ഒരു മെഴുക്കുവരട്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുമ്പോഴേ. അത് ഇങ്ങനെ തോരൻ കറി വെക്കുന്നതിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഇത്രയും സാധനം കേട്ടോ നമ്മുടെ മെഴുക്കുവരട്ടിയെ. അപ്പം ഇങ്ങനെ മിക്സായിട്ട് മെഴുക്കുവരട്ടിയൊക്കെ വെച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ഇടുന്നതിൻ്റെ താഴെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടില്ല, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ കമൻറ്റ് ഇടാൻ പോകുമ്പോഴത്തേക്കിനും അത് കാണുവാണെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ റെഡി ആയതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് കടല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് രാത്രിയിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പവും ഗ്രീൻ പീസ് കറിയും ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ. അപ്പം വെള്ളത്തിലിട്ട് ഗ്രീൻ പീസൊക്കെ കഴുകി കുക്കറിനകത്തൊക്കെ ഇട്ട് പെട്ടെന്നൊരു ഗ്രീൻ പീസ് കറിയും കൂടെ റെഡിയാക്കി എടുത്തായിരുന്നേ. പിന്നെ അപ്പത്തിനുള്ള മാവൊക്കെ രാത്രി തന്നെ അരച്ച് വെച്ചായിരുന്നു കേട്ടോ. ഇന്നലെ വൈകിട്ടൊക്കെ കാറ്റൊക്കെ ആയതുകൊണ്ട് ഇവിടെ കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് എങ്ങനെ അപ്പത്തിന് അരച്ച് വെക്കുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കിനും ഒരു അരമണിക്കൂർ നേരം വൈകുന്നേരം ഒന്ന് കറണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ വന്ന സമയത്ത് ഞാൻ അരിയൊക്കെ പെട്ടെന്ന് അരച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും കറണ്ട് പോക്കും കാര്യങ്ങളും ഒക്കെയാണ്. അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഇവിടെ കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ബീട്രൂട്ടിൻ്റെ എല്ലാം ഇളക്കി ഉപ്പൊക്കെ ഇട്ട് ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് വേകാതിരിക്കും. അപ്പം വേകാതിരിക്കുമല്ല, അടി പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുവാണെങ്കിൽ ഒന്നും അടി പിടിക്കത്തില്ല. അപ്പോൾ ഒരു ലേശം വെള്ളം ഒഴിച്ച് അതങ്ങ് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള മെഴുക്കുവരട്ടി റെഡിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് കുക്കറിനകത്തിട്ട് വെച്ച് തേങ്ങ അരച്ചിട്ടാട്ടോ ബീട്രൂട്ട് അല്ല നമ്മുടെ ഗ്രീൻ പീസ് കറി വയ്ക്കുന്നത്. അപ്പം തേങ്ങ അരയ്ക്കാതെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ തേങ്ങ അരച്ചിട്ട് ആണ് കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് കറി വെക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറി തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അപ്പത്തിൻ്റെ മാവും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി അപ്പം കൂടി അങ്ങ് വേഗം ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ അപ്പുറത്തെ അടുപ്പിൽ രാവിലെ പാല് മേടിച്ചുകൊണ്ട് വന്നത് അതൊന്ന് കാച്ചി വെച്ചു കേട്ടോ. അപ്പോൾ പാല് മേടിച്ചുകൊണ്ട് വരുന്നതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് കാച്ചി വെക്കേ. അപ്പോൾ കാച്ചി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തുനിന്ന് പാൽപ്പാട എടുത്തിട്ട് ഞാൻ നെയ്യ് ആക്കാൻ വേണ്ടിയിട്ടാണ് പാല് മൊത്തം മേടിച്ചുകൊണ്ട് വരുമ്പോഴേ ഇങ്ങനെ കാച്ചി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയും റെഡിയായി, അപ്പവും റെഡിയായി. അപ്പോൾ അതൊക്കെ അപ്പവും ഗ്രീൻ പീസൊക്കെ കഴിച്ചു കൂട്ടാം. പിന്നെ നമ്മുടെ ശാമികമൊക്കെ മഴ ആയതുകൊണ്ട് ഇന്ന് സ്കൂളൊക്കെ ലീവായിരുന്നേ. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു പുതിയ വീഡിയോയുടെ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.